Can you see the bus? ഏട്ടാ ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ 3 പേര് ഇവിടെ സുഖമായി ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് എനിക്ക് ഏറ്റവും അധികം ആഗ്രഹമുള്ള ഒരു വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് സെൻറ്റ് ജോസഫ് ഓറട്ടറി ഓഫ് മോൺട്രിയലിലേക്കാണ്. മോൺട്രിയലിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. അത്രയും മനോഹരമായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേര് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ പ്രവീണും സൂര്യയും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ 5 പേരും കൂടിയാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളൊരു വൈകുന്നേരമാണ് കേട്ടോ പോയത്. കാരണം ഇവിടുത്തെ സൺസെറ്റ് കാണാൻ അടിപൊളിയാണെന്ന് ഇവർ രണ്ടാളും പറഞ്ഞിരുന്നു. അപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് വരാനാണ് ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഇത് വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇതിന് ഓരോ നിലയിലും ഓരോ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയാം. അത് ഞങ്ങൾ വഴിയെ കാണിച്ചു തരാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാനഡയിലെ ഏറ്റവും വലിയ ചർച്ചാണ് എന്നുള്ളതാണ്. പിന്നെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഡോമുള്ള ഒരു ചർച്ചും കൂടിയാണിത്. പിന്നെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ചർച്ച് നിർമ്മിക്കാൻ കാരണമായിട്ടുള്ള ബ്രദർ ആൻഡ്രയുടെ ശവകുടീരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം 10 നിലയോളം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ചർച്ചിന്റെ പുറമേ നിന്ന് കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുകയായിരുന്നു. എല്ലാം അടച്ചിരിക്കുന്നു. ഇവിടുത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ ഇത്. ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എല്ലാം അടച്ചിരുന്നു. നമുക്ക് ബാക്കിയെല്ലാം കാണാം, ഈ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് നല്ല ഹൈറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ താഴത്തു നിന്ന് എത്ര ഉണ്ട് എക്സ്കവേറ്ററിൻ്റെ വലിപ്പം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഹൈറ്റിൽ നിന്നാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നത്. അടുത്ത് നമ്മൾ പോകുന്നതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഉണ്ടായിരുന്നത്. ഞാൻ കണ്ടിട്ട് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുകയെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കാണാനോ അതിലും ഭംഗിയാണ്. ആ ലൈറ്റും എന്താ പറയുക, അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയില്ലേ. കാനഡയിലുള്ളവരാണെങ്കിൽ എന്തായാലും പോയി കാണാൻ പറ്റുമെങ്കിൽ കാണണം എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അവിടെ കുറേ ഊന്നുവടി പോലത്തെ കുറേ വടികൾ തൂക്കിയിട്ടിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. ചിലപ്പോൾ അവിടുത്തെ ഫാദേഴ്സോ വേറെ വല്ലവരും യൂസ് ചെയ്തതാണോ എന്ന് അറിയില്ല. ഇവിടെ സെൻറ്റ് ജോസഫ് ഫാമിലി എന്ന് അവിടെ എഴുതി വെച്ചിരുന്നു. അവിടെ ക്യാനിൽ കത്തിക്കുന്നുണ്ടായിരുന്നു. അത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അവിടെ പ്രെയർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വായിക്കേണ്ടവർക്ക് വായിക്കാം. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചർച്ച് നിർമ്മിക്കാൻ കാരണമായ ബ്രദർ ആൻഡ്രയുടെ ശവകുടീരത്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം.
നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതവിടെ എഴുതി വയ്ക്കാം. കുറേ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ തമിഴും മലയാളവും ഇംഗ്ലീഷും ഈ ലോകത്തിൽ ഒരുവിധം എല്ലാ ഭാഷകളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ബുക്കായിരുന്നു. ഞങ്ങളത് മുഴുവൻ വായിച്ചു നോക്കുകയല്ല, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ ഒന്നും കാണിക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചു. പിന്നെ ഞങ്ങൾ കണ്ടത് ഇതുപോലത്തെ ഒരു ഭാഗമായിരുന്നു. ഫുള്ള് പാറക്കെട്ടുകളും അവിടെ നിന്ന് ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മദർ മേരിയുടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു അവിടെ. അതിന് ചുറ്റും എല്ലാവരും കോയിൻസും പിന്നെ അവരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളൊക്കെ എഴുതിയിട്ടിരുന്നു. ഓരോ പ്രാർത്ഥനകളും സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഓരോരുത്തരും ഈ പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വരുന്നത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വെള്ളം ഒഴുകി വരുന്നതിൻ്റെ സൗണ്ടും കേട്ടിരുന്നു. ഞാനും എൻ്റെ ചെറിയൊരു പ്രാർത്ഥന എഴുതി മദർ മേരിയുടെ അടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ഒരു ചർച്ചിലേക്കാണ്. വലിയ ചർച്ചാണ്. എത്ര പേർക്ക് വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നു 1000 പേർക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട് എന്നുള്ളത്. ഞങ്ങൾ ചെന്നതും അവിടെ അച്ഛനൊക്കെ വന്ന് പ്രാർത്ഥന തുടങ്ങി. പിന്നെ ഞങ്ങൾ 5 പേരും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് പുറത്തേക്ക് പോയത്. ബ്രദർ ആൻഡ്രേ യൂസ് ചെയ്തിട്ടുള്ള കട്ടിലും ചെയറും എല്ലാം അവരവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ബ്രദർ ആൻഡ്രയുടെ ഒരു പ്രതിമയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ നല്ല നല്ല കാഴ്ചകൾ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ ഇനിയും വലുതാക്കിയാൽ നിങ്ങൾ കാണുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. നാളത്തെ വീഡിയോയിൽ ഇവിടുത്തെ സൺസെറ്റിൻ്റെ കാഴ്ചകളും പിന്നെ നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ പോകുന്നുണ്ട്. വെറും ഓറഞ്ച് ജ്യൂസ് അല്ല, ഒരു സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ വരാം. അതുവരേക്കും ബായ്.